ത്രൂ ഔട്ട് ചൈൽഡ്ഹുഡ് ഒട്ടും തന്നെ കള്ളം പറയാത്ത ഒരു കുട്ടിയെ ഉണ്ടായിട്ടുണ്ടാവില്ല. ഭയങ്കര കുറവാണ് ചാൻസസ്. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും ഒരു ചെറിയ ലെവലിലെങ്കിലും ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടാവും. അത് ഭയങ്കര ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. ഇത് ആദ്യമായി ചിലപ്പോൾ നമ്മളൊരു 2-ന്റെ 3-ന്റെ ഇടയിൽ വരെ കണ്ടിട്ടുണ്ടാവും. അല്ലാത്ത ചിലർക്ക് 4-ന്റെ 6-ന്റെ ഇടയിലായിരിക്കും. ഈ പ്രായത്തിലെ കുട്ടികൾ കള്ളം പറയുന്നത് അധികവും നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുമോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അറിയാത്തതുകൊണ്ട് മാത്രമായിരിക്കും. അപ്പൊ അതിൽ നിന്നുണ്ടാവാവുന്ന കോൺസിക്വൻസിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം. അപ്പൊ ആ ഭയം ഉണ്ടാക്കിയെടുക്കുന്നത് ആദ്യമായാല നമ്മൾ. അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ശാന്തമായിട്ടിരിക്കാൻ നോക്കുക. ഒട്ടും തന്നെ ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. അവരെ വഴക്ക് പറയാതിരിക്കാൻ നോക്കുക. ആദ്യമായി അങ്ങനെ അവരുടെ വായിൽ എന്തെങ്കിലും കേൾക്കാനിടയായ എന്തുകൊണ്ട് അവരത് പറയുന്നു എന്ന് അനലൈസ് ചെയ്യാൻ നോക്കുക. പറയാൻ എളുപ്പമാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഒട്ടും ഈസി ആയിരിക്കില്ല പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ. ബട്ട് അതാണ് ആകെയുള്ള ഒരു സൊല്യൂഷൻ. നമ്മൾ ജനറലി അവരെന്തെങ്കിലും വന്ന് പറയുമ്പോൾ എങ്ങനെ ആ സിറ്റുവേഷൻസിനോട് റിയാക്ട് ചെയ്യാറുള്ളതൊന്നും ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ അത് നമ്മളൊന്ന് കുറച്ചൊന്ന് മാറ്റി പിടിക്കേണ്ടി വരും. എന്തും എപ്പോഴും അവർക്ക് നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു എൻവയൺമെന്റ് നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോഴേ നമ്മളോട് സത്യം പറയാൻ ധൈര്യം കാണിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഓണസ്റ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല നമ്മളത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ. ചെറിയ ചെറിയ ഹാംലെസ് കള്ളങ്ങൾ പോലും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് അവർ നോട്ടീസ് ചെയ്യുന്നുണ്ടാവും. അവരോടാവണമെന്നില്ല, വേറെ ആരോടായാലും അവർ നമ്മളെ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പോലും അറിയാതെ. അതുകൊണ്ട് ആദ്യം നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക.